ഏതാണ്ട് ഒരു 2-3 കൊല്ലമായെന്ന് തോന്നുന്നു കേട്ടോ ഞാനൊരു തേങ്ങയൊക്കെ പൊതിച്ചിട്ട്. കാരണം നമ്മൾ ദുബായിലായിരുന്നപ്പോൾ നമ്മളവിടെ പാക്കറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല നാട്ടിൽ വന്നിട്ട് നമുക്കിവിടെ തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങ ഇതുപോലെ പൊട്ടിച്ച് സുന്ദരനാക്കിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പൊതിച്ച് എടുത്തതിൻ്റെ സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. പൂത്തിരി കത്തിച്ച പോലെ ഇല്ലേ. തേങ്ങ വൃത്തിയാക്കി പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഒരു വിധത്തിൽ പൊട്ടുന്നില്ല. ഒരു 16 വെട്ടിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അത് പൊട്ടിച്ചെടുത്ത്. കാരണം അതിൻ്റെ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറഞ്ഞു അത് കുടിക്കല്ലേടി, വൈകിട്ട് നമുക്ക് അരി ആട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ മണക്ക കുടിച്ചിട്ട് അമ്മേനെ നോക്കി ചിരിച്ച്. നല്ല മധുരം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഇവിടുത്തെ തേങ്ങയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ ഒന്ന് തിരുവി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ പകുതി തേങ്ങ അതുപോലെ ഇരിക്കുന്നു. അതെന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് മൂത്ത തേങ്ങ ഇളയ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ കൺഫ്യൂഷനാക്കി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇളയ തേങ്ങ അരച്ച ടേസ്റ്റ് കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി കുറച്ച് എള്ളും പിന്നെ മറ്റേ കരിപ്പോട്ടിയൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അമ്മ ഉണ്ടാക്കി കൊടുത്തന്ന്. പക്ഷെ ഭയങ്കര കരിപ്പോട്ടിയായിരുന്നു കേട്ടോ. അത് അതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും കറങ്ങി തിരിഞ്ഞ് അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട് കറങ്ങി തിരിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ്. കറിവേപ്പിലയുടെ കൂട്ടത്തിൽ ഞാൻ 2 പച്ചമുളകും കൂടെ പിച്ച് ഗൈസ്. കാരണം ആകെ 2 ഉള്ളായിരുന്നു. അതും പിച്ചിക്കൊണ്ട് അടുക്കള ചെന്നപ്പോൾ എനിക്ക് ചീത്തോളി കേട്ടു. കാരണം പച്ചമുളക് ചെറുതായിരുന്നു, പിഞ്ചായിരുന്നു, അത് പിച്ചാനായില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനിരുന്നു. നമുക്കിന്ന് ചക്ക കൂട്ടാനും പിന്നെ കപ്പയ്ക്ക തോരനും കിളിമീൻ ഇതിൻ്റെ പേരാണ് ചെങ്കലവ, നമ്മളിവിടെ ചെങ്കലവ എന്നാണ് കേട്ടോ പറയുന്നത്. അതും പിന്നെ രസം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോയി. പക്ഷേ എൻ്റെ മോൻ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.